അപ്പോൾ ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോമിനേറ്റിംഗ് അല്ല, നമ്മളെ പാക്ക് വന്നിട്ടുണ്ട്. പാക്ക് കുറച്ച് ദിവസം മാച്ച് പാസ് വന്നിട്ടുണ്ട്, കുറച്ച് ദിവസമായി വന്നിട്ട് നമ്മൾ ഇതുവരെയായിട്ട് നോക്കിയിട്ടാണ്. എന്തായാലും ഇതിൽ സാലിബ എന്ന പ്ലെയറുണ്ട്, സെൻട്രൽ ബാക്ക് മറ്റേ ആർസനലിൻ്റെയാണ്. പിന്നെ മറ്റേ ഡിയാബിനെ എല്ലാവർക്കും അറിയുണ്ടാവും, വിങ്ങർ. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാഹിബൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അണ്ടർ റേറ്റിംഗ് പ്ലെയറാണ് ഡിയാബി. 99 99 റേറ്റഡ് പ്ലെയറാണ്. രണ്ടും പ്രീമിയം ബാക്ക് 500 മറ്റേത് സാഹിബിൻ്റെ ബാക്ക് 250 കോയിനുമാണ്. അപ്പോൾ കോയിനുള്ളവരൊക്കെ എടുക്കുക, അത്യാവശ്യം നല്ല വരത്തായിട്ടുള്ള പാക്കാണ്. അപ്പോൾ ഞാനെന്തായാലും സാഹിബിനെയാണ് എടുക്കാൻ പോകുന്നത്. ഇനി അടുത്ത കോയിന് കിട്ടുകയാണെങ്കിൽ അപ്പോഴത്തേക്കും ഡിയാബിനെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത്യാവശ്യം നല്ല റേറ്റിംഗും കാര്യങ്ങളൊക്കെ പോണ കാർഡാണ്. എൻ്റെ വേറെ അക്കൗണ്ടിൽ ഡിയാബിൻ്റെ കാർഡുണ്ട്. അതിൽ അത്യാവശ്യം നല്ല ഇതിൻ്റെ മുമ്പ് വന്നൊരു കാർഡാണ്. നോമിനേറ്റിംഗ് കോൺടാക്റ്റോ അങ്ങനെ എന്തോ വന്ന കാർഡാണ്. അത്യാവശ്യം നല്ല 99 സ്പീഡ്, 100 ആക്സിലറേഷൻ അങ്ങനെയുള്ളൊരു കാർഡൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർഡ്, രണ്ടും നല്ല വെർത്തായിട്ടുള്ള കാർഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർഡ് എടുക്കുക. ഞാൻ എന്തായാലും 250 സാഹിബിൻ്റെ കാർഡ് എടുക്കാൻ പോവാണ്. പേയ്മെൻറ്റ് കൺഫേം ഫോർവേഡ് ചെക്ക് ദ പാസസ്. ആകെ കുറച്ച് ദിവസത്തിന് മാത്രമേ തോന്നുന്നു. അപ്പോൾ എടുക്കേണ്ടവരൊക്കെ പെട്ടെന്ന് എടുക്കുക. 250 കോയിനാണ്. മെത്തേഡ്സ് ഡെലിവറി ഡേറ്റ് ക്യാൻസലേഷൻ ഡീറ്റെയിൽസ് ഓൺ പേയ്മെൻറ്റ്. എന്തൊക്കെ ഇംഗ്ലീഷിൽ കുറേ വർത്താനം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ സാഹിബിനെ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളടുത്ത് കോയിൻ ഉണ്ടെങ്കിൽ എടുക്കുക. അത്യാവശ്യം വെറുത്തായിട്ട് ഡിസ്റ്റോയർ സെൻറ്റർ ബാക്കാണ്. ഡിസ്റ്റോയർ തോന്നുന്നു. എന്തായാലും എനിക്ക് കളിപ്പിക്കാൻ പറ്റും. പിന്നെ നമ്മളെ റുഡിഗർ വന്നിട്ടുണ്ട് നോമിനേറ്റിങ്. അപ്പോൾ അതെടുത്തവരൊന്ന് പറയാം. 200 കോയിനൊക്കെ കിട്ടുന്നുണ്ട് വാല്യൂ പാക്കിൽ. 200 കോയിൻ കിട്ടുകയാണെങ്കിൽ അടുത്തതിൽ മറ്റേ ഇതിന് എടുക്കുകയാണെങ്കിൽ എടുക്കണം. പിന്നെ ഹാലൻഡിന് എടുക്കണമെന്നുണ്ട്. ഹാലൻഡിന് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടണം. നമ്മൾ റുഡിഗറിനെ രണ്ടാളൊന്ന് ഒന്ന് ഓവർ റേറ്റിംഗ് കൊടുത്തിട്ട് ഒന്ന് ഇട്ടോക്കാം. സാഹിബോടെ എന്തായാലും നമുക്ക് റുഡിഗറിനും ട്രെയിൻ ചെയ്യാം. എന്തായാലും 950 പോണൊരു പ്ലെയറാണ് തോന്നുന്നു. എൻ്റെ അടുത്ത് മറ്റേ കാർഡുണ്ട്, നോമിനേറ്റിംഗ് 100 പോണ കാർഡുണ്ട്. അത് ഈ അക്കൗണ്ടിലെല്ലാം ഉള്ളൂ, വേറെ അക്കൗണ്ടിലാണ്. അത്യാവശ്യം നല്ല കാർഡാണ്. റുഡിഗറിൻ്റെ ബെസ്റ്റ് കാർഡ് എന്നൊക്കെ പറയാം. ഇത് 950 പോണുള്ളൂ. 950 പോണ കാർഡാണ്. വലിയ അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പോരായൊന്നും ഇല്ല. 96 92 ആക്സിലറേഷൻ, ഫിസിക്കൽ കോൺടാക്റ്റ് 100 വരുന്നുണ്ട്. അത് നമ്മളതിൽ കിട്ടുമ്പോൾ ഒരു 93 94 ആവും. നമ്മളെ ബൂസ്റ്റർ മാനേജറാണ്. അത്യാവശ്യം 950 ഉണ്ട്. നമ്മൾ സാഹിബിനെ കാണായ്യ. സാഹിബ് ചിലപ്പം ഉണ്ടോ? അവിടെ ഉണ്ട്. വിചാരിച്ച അവർ തേച്ച് പറയാൻ പറ്റില്ല. ഈ കൊണാമിയല്ലേ, തേച്ചാൽ പോയി. എന്തായാലും നമുക്ക് സാഹിബിനെ ഒന്നുമായി ട്രൈ ചെയ്ത് നോക്കാം. സാഹിബ അത്യാവശ്യം അണ്ടർ റേറ്റിംഗ് പോകുന്നുണ്ട്. പക്ഷെ അത്ര നല്ല സ്റ്റാച്ചറൊന്നും ഇല്ല. നമ്മളെ നോമിനേറ്റിങ്ങിൽ വന്ന നമ്മളെ മാർക്കിന്യോസ്, അതുപോലെ ഫ്രീ ആയി കിട്ടിയ മറ്റേ റുഡിഗർ, അവരെ അത്ര സ്റ്റാച്ചറൊന്നും ഇല്ല. എന്നാലും അണ്ടർ റേറ്റിംഗ് പോകുന്നുണ്ട്. ഡിലേറ്റ് സീയും കാർഡാണ് ഇന്ത്യയിലുള്ള ഡിലേറ്റ്. അത്ര റേറ്റിംഗ് ഒന്നും സാലിബ് പോണില്ല. നമുക്ക് ഓർഡർ കൊടുത്തു നോക്കാം. 90 91 അത്യാവശ്യം വലിയ സീനില്ല. എന്തായാലും കളിപ്പിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞാവും. എന്തായാലും എടുക്കണവരൊക്കെ എടുക്കുക. അത്യാവശ്യം നല്ല കാണാൻ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും രണ്ടാളെ നമ്മളെ അക്കൗണ്ടിൽ ഇടുന്നുണ്ട്. അതിന് കളിപ്പിച്ച് നോക്കിയിട്ട് വിവരങ്ങൾ ഞാൻ പറയണാവും. ബിൽഡപ്പ് കൊടുക്കുമ്പോൾ അണ്ടർ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. 93 എഫൻസീവ് അതായത് ടാക്ലിങ് അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഫിസിക്കൽ കോൺടാക്റ്റ് 90 ഉണ്ട്. അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഹെഡിങ്, ബ്ലോക്കർ എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും നെസ്റ്റനെ മാറ്റിയിട്ട് റുഡിഗർ നോക്കുകയാണെങ്കിൽ 94 95 ഓഗ്രേഷൻ 99 ഉണ്ട് ഗൈസ്. ടാക്ലിങ് 95. അത്യാവശ്യം നല്ല ആട്രിബ്യൂട്ട്സ്. മറ്റേ റുഡിഗറിനും ഏകദേശം ഈ ആട്രിബ്യൂട്ട്സ്, നമ്മളെ 100 റേറ്റിംഗ് പോണ റുഡിഗറിനും ഏകദേശം ഈ ആട്രിബ്യൂട്ട്സാണ്. അപ്പോൾ എടുക്കേണ്ടവരൊക്കെ പെട്ടെന്ന് എടുക്കുക. കാരണം റുഡിഗറിൽ ഇപ്പോൾ വന്നതിൽ വെച്ചിട്ട് ആ കാർഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് കാർഡാണിത്. അപ്പോൾ എടുക്കുക. പിന്നെ സാഹിബിൻ്റെ ആയാലും ഏറ്റവും ബെസ്റ്റ് കാർഡാണിത് വന്നതിൽ വെച്ചിട്ട്. അപ്പോൾ എടുക്കേണ്ടവരൊക്കെ എടുക്കുക. നമ്മൾ ഡിസ്റ്റോറും ഒരു ബിൽഡപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് എടുക്കാവുന്നതാണ്. അത്യാവശ്യം സെൻറ്റർ ബാക്ക് അത്യാവശ്യം നല്ല ഫോമിൽ കളിക്കാൻ പറ്റിയ പ്ലേയേഴ്സാണ് ഇത് രണ്ടും. പിന്നെ ലെഫ്റ്റും ബാക്കും നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഡിസ്റ്റോറും എൻ്റെ പ്ലേ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റോറും ഒരു ബിൽഡപ്പുമാണ്.
ഒരാൾ അവിടെ കിടന്ന് കളിക്കുകയും ചെയ്യും, ഒരാൾ അത്യാവശ്യം കയറി വന്ന് ബിൽഡപ്പ് ബോളൊക്കെ ഫ്രണ്ടിലേക്ക് എത്തിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോക്ക് 1 വ്യൂസൊക്കെയാണ് കിട്ടിയപ്പോൾ. അപ്പോൾ ഇത് അത്യാവശ്യം ആൾക്കാർ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.